നമസ്കാരം. കേരള പച്ചയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സാംസ്കാരിക രംഗത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തെ പറ്റി പറയാൻ ഒരൊറ്റ വാക്ക് മതി: ആടുജീവിതം. അതെ, മലയാളികളുടെ പ്രിയങ്കരനായ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായിട്ടുള്ള ശ്രീ ബെന്യാമിനാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരിക രംഗത്തുള്ള ആളുകൾക്ക്, അതായത് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മറ്റേ ജീവൻ വേണോ എഴുത്ത് വേണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്ക് ഉദാഹരണങ്ങൾ വളരെയധികമാണ്. ഗൗരി ലങ്കേഷ് പോലെ, ഗോവിന്ദ് പൻസാരയൊക്കെ പോലുള്ളവർ. അപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടില്ലെങ്കിൽ വ്യത്യസ്തമായിട്ടാണ് കേരളം മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാറിൻ്റെ ഒരു ചിന്ത എന്താണ് അതിൽ? എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യ വലിയ തരത്തിലുള്ള സെൻസർഷിപ്പിനെ നേരിടുന്നു എന്നുള്ളതാണ്. അത് എഴുത്തിലായാലും സിനിമയിലായാലും ഒക്കെ അത് വലിയ തോതിൽ നടക്കുന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ ഇരുന്ന് എഴുതുന്നതിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സർക്കാർ നമുക്ക് ഒപ്പമുണ്ട് എന്നുള്ളതാണ്. കേരളീയ സമൂഹം നമുക്കൊപ്പമുണ്ട്. എന്തെങ്കിലും ഒരു വിഷയത്തിന്മേൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ എഴുത്തുകാരനോടൊപ്പം നിൽക്കുന്ന ഒരു സമൂഹവും സർക്കാരും ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഓരോ എഴുത്തുകാരും എഴുതുന്നത് എന്നുള്ളതാണ്. ഇവിടെയെങ്കിലും നമുക്കത് ആർജവത്തോടുകൂടി എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെ ചെന്നിരുന്നാണ് നമുക്ക് എഴുതാൻ കഴിയുക എന്നൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷേ പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പി വി ഷാജി കുമാറിനെ പോലൊരു എഴുത്തുകാരൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, നോർത്ത് ഇന്ത്യ നമ്മുടെ ഇടയിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നടന്നു വരികയല്ല, ചിലപ്പോൾ ഇപ്പോൾ ഓടി വന്നുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലേക്ക് നോർത്ത് ഇന്ത്യയിൽ അല്ലെ വടക്കേ ഇന്ത്യയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്വേഷത്തിൻ്റേതായ ആശയങ്ങൾ കേരളത്തിലേക്ക് വളരെ വേഗം പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള മനഃപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അത് സാംസ്കാരികപരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാഴ്ചയിൽ നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കുക, ഈ തുരുത്ത് നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ കരുതുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ അവസാനത്ത് നിന്ന് തന്നെ തുടങ്ങാം. അതായത് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിലേക്കാണ് സമൂഹത്തിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ കേരളത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രൊപ്പഗണ്ട സിനിമകൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരള സ്റ്റോറിയുടെ ട്രെയിലർ 2 നമ്മൾ കണ്ടതാണ്. അപ്പം എന്തുകൊണ്ടായിരിക്കും കേരളം നിരന്തരമായി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? കാരണം കേരളത്തിൽ വേരോടി നിൽക്കുന്ന ഇടതുപക്ഷ ആശയങ്ങൾ, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ വലിയ തടസ്സമാണ് എന്നറിയാം. ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലെല്ലാം അവരുടെ തേരോട്ടവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും കേരളത്തിൽ അവർക്ക് അത് നടപ്പാക്കാൻ കഴിയാതെ പോകുന്നത് ശക്തമായി നിലനിൽക്കുന്ന കേരളീയ ബോധം, അതിനകത്തെ ഇടതുപക്ഷ ബോധമാണ്. അതുകൊണ്ട് കേരളത്തെ ടാർഗറ്റ് ചെയ്യുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണ്. ആ ഇടതുപക്ഷത്തെ തകർക്കുന്നതിലൂടെ മാത്രമേ അവർക്ക് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ, അവരുടെ വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നറിയാം. അതുകൊണ്ട് കേരളത്തെ ടാർഗറ്റ് ചെയ്യുന്നതിൽ അവർക്കൊരു പ്രത്യേക അജണ്ടയുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കുന്നത്, റീലുകൾ നിർമ്മിക്കുന്നത്, വളരെ പ്രൊപ്പഗണ്ടായ വലിയ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ അടിത്തറ തകർക്കുക എന്നത് തന്നെയാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകം തിരിച്ചറിയുക എന്നതാണ് നമ്മൾ ഈ തരുണത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ സാറ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോ, ഇവിടുത്തെ ഫാബ്രിക്സും ഒക്കെ വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങളിൽ കേരളം ഒരുപാട് മുന്നോട്ട് വന്നു, ഒരുപാട് വികസനങ്ങളുണ്ടായി. കേരളത്തിൻ്റെ ഒരു മുഖച്ഛായയ്ക്ക് തന്നെ ഒരു വ്യത്യസ്തം വന്നിട്ടുണ്ട്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് സാറിന് തോന്നിയിട്ടുള്ള നല്ലൊരു മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് എടുത്തു പറയാൻ പറ്റുന്നൊരു വികസനമോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മേഖലയോ അങ്ങനെ എന്തെങ്കിലും? അല്ല, എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം നമുക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ അനേകം സംസ്ഥാനങ്ങളിൽ സാംസ്കാരിക പ്രവർത്തനങ്ങളും സാഹിത്യ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ കാണുന്നത്, നമുക്ക് ഇടയിൽ ഇപ്പോഴും നിൽക്കുന്ന വർഗീയമായി ഭിന്നിക്കാത്ത ഒരു വലിയ സ്ട്രോങ് ആയ ഒരു സമൂഹമാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപം പോലും നമുക്കിടയിൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരം ശക്തികൾ നമ്മളെ ഭിന്നിപ്പിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മളത് ചേർന്ന് നിൽക്കുകയും ഒന്നായി പ്രവർത്തിക്കുകയും കേരളം ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ എല്ലാ തരത്തിലുമുള്ള ഇൻഫ്രാസ്ട്രക്ചറിലുള്ള വികസനം,
ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള വികസനത്തിൽ കൂടി തന്നെയാണ് തുടക്കമിടുന്നത്. അത് നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ റോഡുകളുടെ വികസനമായാലും പാലങ്ങളുടെ വികസനങ്ങളായാലും പൊതുസ്ഥാപനങ്ങളുടെ മുന്നേറ്റങ്ങളൊക്കെ ആയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ എത്രയോ അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോവുകയും സ്കൂളുകൾ പൂട്ടിപ്പോവുകയും കുട്ടികൾ പഠനം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരിടത്ത് നിന്ന് നമുക്ക് നമ്മളുടെ സർക്കാർ സ്കൂളുകൾ അതിമനോഹരമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാവുന്ന കാഴ്ചകൾ. നമ്മുടെ ആശുപത്രി, ആതുര സേവന രംഗത്ത് എല്ലാ ആശുപത്രികളും മനോഹരമാവുന്നു. ഏതൊരു പൗരനും ഏതൊരു സാധാരണക്കാരനും അത് പ്രാപ്യമാവുന്ന തരത്തിലേക്ക് നമ്മളതിനെ എത്തിക്കുന്നു എന്നുള്ളതാണ്. ലോകത്തെമ്പാടും ഈ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ കൈയൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം എന്തും പണം കൊടുത്താൽ മാത്രം വാങ്ങിയാൽ മതി. വിദ്യാഭ്യാസമാവട്ടെ, ആരോഗ്യമാവട്ടെ, പൊതുജന സേവനങ്ങളാവട്ടെ, പൊതുഗതാഗതമാവട്ടെ, എന്തും നിങ്ങൾക്ക് പണം കൊടുത്താൽ മാത്രം കിട്ടുന്ന ഒരിടത്ത് നിന്ന് കേരള സർക്കാർ വളരെ വ്യത്യസ്തമായി നിൽക്കുന്നത് ഏതൊരു സാധാരണക്കാരൻ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരാളെ പോലും സംരക്ഷിച്ചുകൊണ്ട് വികസനം മുന്നിൽ കാണുന്നു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു പക്ഷേ മുംബൈയിൽ പോയാലോ മറ്റ് ഇടങ്ങളിൽ പോയാലോ ഒക്കെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങൾ കാണാൻ പക്ഷേ അവിടുത്തെ സാധാരണക്കാർ, പാവങ്ങൾ ദരിദ്രരായിക്കൊണ്ടിരിക്കുകയും സമ്പന്ന വിഭാഗം സമ്പന്നമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു കാഴ്ചയാണ്. പക്ഷേ കേരളത്തിൽ സന്തുലനമായ ഒരു വളർച്ച നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും സാധാരണക്കാരന് കൂടി പ്രാപ്യമാണ് ഈ സമൂഹമെന്നും അവരുടെ കൂടി ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര അനിവാര്യമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ സന്തുലനാവസ്ഥ നമുക്ക് ഇതര സംസ്ഥാനങ്ങളിൽ കാണാൻ കഴിയില്ല. ഈ ബാലൻസിങ് ഫാക്ടറാണ് ഒരുപക്ഷെ കേരളത്തെ ഏറ്റവും മനോഹരമായി നിർത്തുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഇപ്പോൾ 10 വർഷമായി ഇടതുപക്ഷ മുന്നണി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കും. പല ആളുകളും പല രീതിയിലും പറയുന്നുണ്ട് തുടർഭരണം ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ അത് ഇടതുപക്ഷ മുന്നണിയെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പല മേഖലകളിൽ നിന്നും സംസാരിക്കുന്നുണ്ട്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് അതിൽ? അങ്ങനെ ഒരു 10 വർഷം ഇല്ലെങ്കിൽ അങ്ങനെ തുടർന്ന് നല്ല വികസനങ്ങൾ മുൻപിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്കാണോ പോകാൻ? അത് വളരെ ബാലിശമായ ഒരു വാദമായിട്ടാണ് ഇപ്പോൾ സാംസ്കാരിക രംഗത്തുള്ള ചിലർ മുന്നോട്ട് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തുതരം പ്രേരണയിലാണ്, അല്ലെങ്കിൽ എന്തുതരം നിരീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് അവർ അത്തരം കാഴ്ചപ്പാടുകൾ വച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവുന്നതേ ഇല്ല. വളരെ ബാലിശം. നമ്മളത് പരിശോധിക്കുമ്പം ഇന്ത്യയുടെ ചരിത്രത്തിലുടനീളം എത്രയോ തുടർ സർക്കാരുകൾ ഉണ്ടായിട്ടുണ്ട്. അവരാരും അഹങ്കാരത്തിലേക്ക് പോകുന്നു എന്ന ഒരു വാദം ഇന്നോളം ഉണ്ടായിട്ടില്ല. നമ്മുടെ തന്നെ എത്രയോ MLA-മാർ, MP-മാർ കാലാകാലങ്ങളായി ഒരേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കും. 10-35 വർഷമായി MP-മാരായിരിക്കുന്ന, 10-35 വർഷമായി MLA-മാരായിരിക്കുന്നവരുണ്ട്. അവരാരും അഹങ്കാരബാധിതരായി എന്നോ തലക്കനം വന്നോ എന്നോ ആരും പറയുന്നില്ല. അപ്പോൾ ഇടതുപക്ഷത്തിന് മാത്രം സംഭവിക്കുന്ന എന്തോ ആണ് എന്ന മട്ടിലുള്ള ഈ കാഴ്ചപ്പാട് വളരെ തെറ്റാണ്. പക്ഷേ ഒരു സർക്കാരിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തുടർഭരണം അനിവാര്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിനുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമുണ്ട്, മുന്നോട്ട് വെച്ചിട്ടുള്ള വലിയ ആശയങ്ങളുണ്ട്. ഈ ആശയങ്ങളുടെ പൂർത്തീകരണത്തിന് ഒരു തുടർഭരണം വളരെ അനിവാര്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്നോളമുള്ള ഒരു ഗവേണിംഗ് സിസ്റ്റം, അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, അതിന് നേതൃത്വം കൊടുത്തവർ, എന്തൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചതെന്ന് അറിയാവുന്നവർ, അവർ ഇനിയും ഒരു ഭരണം കൂടി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 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 ഉയർന്ന നിലവാരത്തിലേക്ക് വരുന്നത്. ഇപ്പം വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നുള്ളൂ. ആ ഘട്ടമൊന്ന് പൂർത്തീകരിക്കുന്നതിന് യഥാർത്ഥത്തിൽ തുടർഭരണം ആവശ്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതിനെ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാത്തവർ, നമ്മളുടെ വികസനത്തെ ഗൗരവമായി ചിന്തിക്കാത്തവർ, നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ തുടർഭരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിൻ്റെ യഥാർത്ഥ പുരോഗതിക്ക് തുടർഭരണം ആവശ്യമാണ് എന്ന് കരുതുന്ന, വ്യക്തിപരമായി കരുതുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള കാലഘട്ടം എന്ന് പറയുന്നൊരു ജെൻസി കാലഘട്ടമാണ്. അപ്പോൾ ഔട്ട് ഓഫ് ദ സിലബസ് ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ താങ്കൾ എഴുത്തിൽ ഒരു ജെൻസി ശൈലി കൊണ്ടുവരുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു ജെൻസിക്ക് വേണ്ടി ഒരു ശൈലി കൊണ്ടുവരികയല്ല. പക്ഷേ കാലം മാറുന്നതനുസരിച്ച് ഭാഷ മാറുന്നുണ്ട്, എഴുത്തിൻ്റെ സ്വഭാവം മാറുന്നുണ്ട്, വായനയുടെ സ്വഭാവം മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതിനെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും അതിനുള്ളിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞാനും അതിനനുസരിച്ച് മാറുകയെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാനൊരു പഴയ എഴുത്തുകാരനായി മാറും എന്നുള്ളതാണ്. പുതിയ കാലത്തിൽ ഏറ്റവും പുതിയ തലമുറയോട് എനിക്ക് സംവേദിക്കാൻ കഴിയുന്നുണ്ടോ, അവരുടെ ഇഷ്ടങ്ങളെ അല്പമെങ്കിലും തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് ഞാൻ ജെൻസിക്ക് വേണ്ടി മാറുന്നതല്ല, മൊത്തം കാലം മാറുന്നതനുസരിച്ച് ഞാനും മാറിപ്പോകുന്നു എന്നാണ് എനിക്കതിനെക്കുറിച്ച് തോന്നുന്നത്. ഇതിൻ്റെ ബാക്കിയായി തന്നെയാണ് ചോദ്യവും. അതായത് ജെൻസി കാലഘട്ടത്തിലെ ആളുകൾക്ക്
അവർ പൊളിറ്റിക്കലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അവർക്കൊരു രാഷ്ട്രീയം ഇല്ല, ഇല്ലെങ്കിൽ റീലിലേക്കോ ഇല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലേക്ക് മാത്രമായിട്ട് മാറുന്ന അങ്ങനെ ഒരു തോന്നൽ അങ്ങനെ ഒരു ചെറിയ സമൂഹമുണ്ട്. എങ്കിൽ പോലും അവർ പൊളിറ്റിക്കലായി ഇടപെടേണ്ട സമയത്തൊക്കെ പൊളിറ്റിക്കലായി ഇടപെടുകയും കൃത്യമായ രാഷ്ട്രീയ ബോധം വെച്ചു പുലർത്തുകയും ചെയ്യുന്നവർ തന്നെയാണ് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ക്യാമ്പസുകൾ പരിശോധിച്ചാൽ SFI പോലുള്ള സംഘടനകൾ ശക്തമായി മുന്നോട്ട് വരികയും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുകയും മതസൗഹാർദ്ദത്തെ ഉയർത്തിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ വിഭാഗം യുവജനങ്ങൾ നമുക്കുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ പൂർണ്ണമായും അരാഷ്ട്രവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ അവർ മറ്റു തരത്തിലുള്ള മാറി ചിന്തിക്കുമായിരുന്നു. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ ബോധമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒരു വിഷമം ഒരു പക്ഷേ തോന്നിയിട്ടുള്ളത് അവരുടെ ചരിത്രബോധത്തിലാണ്. അതും അവരുടെ പ്രശ്നമല്ല. പലപ്പോഴും തെറ്റായ ചരിത്രങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കള്ളപ്രചരണത്തിലൂടെയും തെറ്റായ വാദമുഖങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ പലപ്പോഴും പലരും വിജയിക്കുന്നതിലൂടെ അവർ തെറ്റായ ചരിത്രത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ട്. അത് തിരുത്തി കൊടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ചരിത്രത്തെ പഠിക്കുന്നവർ, സാമൂഹ്യ പ്രവർത്തകരുടെ, സാംസ്കാരിക പ്രവർത്തകരുടെയൊക്കെ വലിയ ഉത്തരവാദിത്തമാണ്. കാരണം നമുക്കറിയാം വടക്കേ ഇന്ത്യ ഇങ്ങോട്ട് കടന്നു വരുന്നു എന്ന് പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തെറ്റായ ചരിത്രം, കള്ളച്ചരിത്രങ്ങൾ നമുക്കിടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ്. അതിനെതിരെയുള്ള ഒരു പ്രചരണം ഈ ജൻസികൾക്കിടയിലേക്ക് നടത്തി അവരെ ഒരു ചരിത്രബോധമുള്ളവരാക്കി തീർന്നാൽ അവർ ഉത്തമരായ രാഷ്ട്രീയ ബോധമുള്ള തലമുറയായി തന്നെ മുന്നോട്ട് വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഓക്കെ, അപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്തതിലും അതോടൊപ്പം തന്നെ കേരള പച്ചയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും നേരം താങ്കളുടെ വിലപ്പെട്ട സമയം ചെലവഴിച്ചതിനും ഒരുപാട് വളരെ സന്തോഷം.